ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നരി ഒരിക്കൽ മോഹിച്ച ഒരു സമ്മാനം ഞാൻ നേടി തരുന്നുണ്ട്. ആണോ? എന്താ അത്? അതൊക്കെ സർപ്രൈസാ. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. അപ്പൊ കാണാം. ശരി. അമ്മ പേടിക്കണ്ട, ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ പോകുന്നത്. ഒന്നും സംഭവിക്കാതെ തന്നെ ഞാൻ തിരിച്ചു വരും. മുത്തശ്ശി, ഞാൻ മുറിയില് മുത്തശ്ശിക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചേക്കാം. കിടക്കാൻ സമയമായില്ലല്ലോ മോളെ, ഇന്നെന്താ നേരത്തെ? നല്ല തലവേദനയാ, അതാ നേരത്തെ കിടക്കാന്ന് കരുതിയത്. എങ്ങനെ തലവേദന വരാതിരിക്കും? പകല് മുഴുവൻ സ്കൂളിൽ കുട്ടികൾക്കിടയിൽ കഷ്ടപ്പെട്ടിട്ട് വന്നാൽ ഇവിടെ എന്തെങ്കിലും റെസ്റ്റ് ഉണ്ടോ? നിന്ന് തിരിയാൻ നേരമില്ലാത്ത ജോലിയല്ലേ. മോളൊരു കാര്യം ചെയ്യ്, ആ ജഗും വെള്ളം ഇവിടെ വെച്ചേക്ക്, ഞാൻ കിടക്കുമ്പോ കൊണ്ടുപോയിക്കോളാം. ശരി മുത്തശ്ശി. മോള് പോയി കിടന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. രാവിലെ എഴുന്നേക്കുമ്പോ തലവേദനയൊക്കെ മാറും. ചെല്ല് മോള് ചെല്ല്. ഇവളുടെ ഈ തലവേദന അത്ര ശരിയല്ലല്ലോ. ലൊക്കേഷൻ കിട്ടിയോ? അയച്ചു തന്നതിൽ എന്തോ എറർ കാണിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയത് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ ക്ലിയറാ. വണ്ടി നേരെ വിട്ടോ, 10 കിലോമീറ്റർ. അക്ഷര, വേഗം വിട്. നരിയേട്ടൻ പറഞ്ഞ ആളല്ലേ? അതെ. പേര്? പൃഥ്വി. സോറി ഏട്ടാ, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ, അബദ്ധം പറ്റരുതല്ലോ. ഇറ്റ്സ് ഓക്കെ.
അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഉം. ഹലോ. സാധനം കിട്ടി, എല്ലാം സേഫാ. ഞാനില്ലെങ്കിലും എല്ലാം ഓക്കെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? താങ്ക്സ് മോനെ, താങ്ക്സ് അലോട്ട് എല്ലാത്തിനും. ഓ ആയിക്കോട്ടെ. ഞാനെല്ലാം താങ്ക്സിൽ ഒതുക്കിന്ന് കരുതണ്ട. നരി ഒരിക്കൽ മോഹിച്ച ഒരു സമ്മാനം ഞാൻ നേടി തരുന്നുണ്ട്. ആണോ? എന്താ അത്? ഹ, അതൊക്കെ സർപ്രൈസാ. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. അപ്പൊ കാണാം. ശരി. അച്ഛാ. മോളെ, പിന്നെ സുരക്ഷിതമായി എത്തിയല്ലോ അല്ലേ? അതെ അച്ഛാ. ഓ, ആശ്വാസായി. അച്ഛന് സുഖാണോ? സുഖാണ് മോളെ. പൂജാരി എവിടെ അച്ഛാ? പൂജയുടെ ആവശ്യമില്ലെന്നാ തിരുവേലി പറഞ്ഞേ. നടയിൽ മണിമാനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നും പറഞ്ഞു. ഓ, ഒരു കണക്കിന് അതാ മോളെ നല്ലത്.